വെജിറ്റേറിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കടലക്കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുക്കറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്ത് ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായി കഴുകി സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന 3/4 കപ്പ് കടലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി അല്ലിയും ഒരു സ്മോൾ സൈസിലുള്ള 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്തതും 5 കാശ്മീരി ചില്ലിയും 2 പച്ചമുളകും 7 കാഷ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായി വെന്ത് കിട്ടേണ്ടതുണ്ട്. ഈ സമയം നമ്മുടെ കടല ഇവിടെ ഇരുന്ന് വേവുന്നുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ കടല വെന്തിട്ടുണ്ടോ എന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, വെക്കുമ്പോൾ നല്ലവണ്ണം ഞെങ്ങി കിട്ടുന്നുണ്ട്. ഇനി ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ചൂടായി മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ സ്പൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റി ഇതിൻ്റെ പച്ചമണക്ക് മാറി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ പേസ്റ്റ്, മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി ഇതിൻ്റെ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഏകദേശം 1/2 കപ്പോളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറവായതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഈ മസാലയും കടലയൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 2 സ്പൂൺ അളവിൽ ജാഗരി സിറപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മധുരവും ഉപ്പും എരിവും ഒക്കെ ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റാണിത്. കറി നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മേത്തി ലീഫ് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകിയെടുത്ത കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിന് മേളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം സ്ലോ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.